കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാസ്ഥിതി ഇത്രമാത്രം ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് നടന്നത്. രാവിലെ ചാണ്ടി ഉമ്മൻ ഒരു പ്രസ്താവന ഇറക്കുന്നു, തന്നെ അവഗണിക്കുകയാണ് എന്ന്. തന്നെ മാത്രമല്ല, എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും അവഗണിക്കുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കരുണാകര വിഭാഗക്കാർ, കരുണാകരനോട് അടുപ്പമുണ്ടായിരുന്നവരെ അവഗണിക്കുന്നു. എൻ്റെ പിതാവിനോടൊപ്പം നടന്നവരെ, എൻ്റെ പിതാവിനെ പിന്തുണച്ചവരെ അവഗണിക്കുന്നു. ഇതായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന കോൺഗ്രസിലുണ്ടാക്കിയ കോളിളക്കം. ആരൊക്കെയാണ് പ്രതികരണമായി രംഗത്തെത്തിയത്? മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മുൻ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റും MP-യുമായിരുന്ന K മുരളീധരൻ എന്ന് തുടങ്ങി ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിൽ വരെയുള്ള നേതാക്കൾ പ്രതികരണവുമായി രംഗത്തു വന്നു. എല്ലാവരും ഒരേയൊരു ലക്ഷ്യമാണ് കാണുന്നത്. അത് മറ്റൊന്നുമല്ല, VD സതീശനാണ്. VD സതീശന് എതിരെ കോൺഗ്രസിൽ ഒരു പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. VD സതീശൻ K സുധാകരനെ മാറ്റി കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിനദ്ദേഹം പല രീതിയിൽ പല അടവുകൾ പയറ്റുന്നുണ്ട്. അതിലൊന്നാണ് K സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നം. K സുധാകരന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായി തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം. അത്തരമൊരു പ്രചാരണം K സുധാകരനെതിരെ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. K സുധാകരന് പകരം ആര് എന്ന ചോദ്യം മാധ്യമങ്ങളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. K സുധാകരനെ എന്തിനു മാറ്റണം എന്ന ചോദ്യം ആരും ഉയർത്തുന്നുമില്ല. ആരോഗ്യ പ്രശ്നം മുൻനിർത്തി മാറ്റണം എന്ന നിലപാടെടുക്കുന്ന ഒരേ ഒരു വിഭാഗം അത് VD സതീശൻ വിഭാഗമാണ്. എന്നാൽ ഐ ഗ്രൂപ്പിന് താല്പര്യമില്ല. K സുധാകരൻ തുടരണമെന്നാണ് അവരുടെ ആഗ്രഹം. രമേശ് ചെന്നിത്തല K സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട്. K മുരളീധരനും K സുധാകരൻ മാറേണ്ട എന്ന അഭിപ്രായക്കാരനാണ്. എ ഗ്രൂപ്പ് പൊതുവിൽ K സുധാകരൻ മാറേണ്ട എന്ന അഭിപ്രായക്കാരനാണ്. ഇതേ കാര്യം തന്നെയാണ് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചത്. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ എ ഗ്രൂപ്പിൻ്റെ വക്താവായി മാറി വരുന്നു എന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വരികയും കോൺഗ്രസിൽ വളർന്നു വരുന്ന ഒരു പ്രതീക്ഷയുള്ള നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുകയും ചെയ്തത്. എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് VD സതീശനെതിരെ പടപ്പുറപ്പാട് ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് സഹായിക്കുക എന്നറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചാടിയിറങ്ങുകയും K സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. K സുധാകരൻ അവിടെ തുടരണമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കോ K മുരളീധരനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ താല്പര്യമില്ല. പക്ഷേ മാറ്റാൻ VD സതീശൻ കരുക്കൾ നീക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടിയാണ് K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്താനുമുള്ള ശ്രമങ്ങളും ആരംഭിച്ചത്. എന്ന് വെച്ചാൽ K സുധാകരനെ ചൊല്ലി കോൺഗ്രസിൽ രണ്ട് വിഭാഗം രൂപപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. K സുധാകരനും VD സതീശനും തുടക്കത്തിൽ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒന്നിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും, കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണ് രണ്ടുപേരും സ്ഥാനങ്ങളിലെത്തിയത്. പ്രതിപക്ഷ നേതാവായി VD സതീശന് വരുന്നതും K സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്നതും ഒരേ സമയത്താണ്. അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുകയും അത് തുടരണമെന്ന് പറയുകയും അതോടൊപ്പം കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന് പറയുകയും ചെയ്തത്. ആ നേട്ടങ്ങളെല്ലാം K സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷമാണ്. അതിനെല്ലാം അവകാശം തനിക്കുമുണ്ട് എന്നാണ് K സുധാകരൻ പറയുന്നത്. അതെങ്ങനെയാണ്, ആ നേട്ടങ്ങൾ എങ്ങനെയാണ് VD സതീശൻ്റേത് മാത്രമായി മാറുക? ഈ ചോദ്യമാണ് K സുധാകരൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ VD സതീശന് കഴിയുന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹം സ്വയം മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. ഹൈക്കമാൻഡ് മാറണമെന്ന് ഇതുവരെയും K സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാക്യമുണ്ട് വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രവർത്തക സമിതി അംഗമാണ്, കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടെങ്കിൽ ഞാനറിയും, എന്നോട് ചർച്ച ചെയ്യും. അതാണ് കോൺഗ്രസിൻ്റെ രീതി. എനിക്ക് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വിവരവുമില്ല. ആരും എന്നോട് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഈ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നത്? ഈ ചോദ്യമാണ്. ആരാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്? ആരാണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ? ആരാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം VD സതീശൻ വിഭാഗം പറയുന്നില്ല. പക്ഷേ പറഞ്ഞു വെക്കുന്നുണ്ട് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും. അത് VD സതീശനാണ്, VD സതീശനെ പിന്തുണക്കുന്നവരാണ് എന്ന്. ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കോൺഗ്രസിനകത്ത് പോകുന്ന മറ്റൊരു രാഷ്ട്രീയം. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ,
രാഹുൽ മാങ്കൂട്ടത്തിൽ, വി ഡി സതീശൻ എന്നിവരുടെ യുഗമാണ്. അവരാണ് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മറ്റ് യുവ നേതാക്കൾക്കൊന്നും ഒരു സ്വാധീനമില്ല. ചാണ്ടി ഉമ്മനെ അടുപ്പിക്കുന്നില്ല, വിൽട്ടി ബൽറാമിനെ എവിടെയും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിൽ പിണറായി വിജയനെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രം മാത്യു കുഴൽനാടൻ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാറിലെ കയ്യേറ്റുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നല്ലാതെ കോൺഗ്രസിനകത്തെ സംഘടനാപരമായ കാര്യങ്ങളിൽ മാത്യു കുഴൽനാടനെ അടുപ്പിക്കുന്നില്ല. ശബരിനാഥ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. ശബരിനാഥ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല. എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും ഒതുക്കുന്നു വി ഡി സതീശൻ. അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു വി ഡി സതീശൻ. ഇതിനെതിരെ കോൺഗ്രസിലെ യുവനിരയ്ക്കകത്തും വലിയ പ്രതിഷേധമുണ്ട്. അതാണ് ചാണ്ടി ഉമ്മനിലൂടെ പുറത്തു വന്നത്. അത് പക്ഷേ എല്ലാവരും ഏറ്റെടുക്കുകയും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്നവരെ പോലെ, വി ഡി സതീശനെതിരെ നീക്കം നടത്താൻ എന്തെങ്കിലും ഒരു പിടിവള്ളി കാത്തിരിക്കുന്നത് പോലെ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ ഏറ്റെടുക്കുകയും അതേക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും എന്തിന് കെ സുധാകരനെ മാറ്റണം എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു കോൺഗ്രസിനകത്തെ വി ഡി സതീശൻ വിരുദ്ധ വിഭാഗം. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് ചേരി രൂപപ്പെട്ടിരിക്കുന്നു. അത് ഒന്ന് വി ഡി സതീശൻ വിഭാഗമാണ്, മറ്റൊന്ന് വി ഡി സതീശൻ വിരുദ്ധ വിഭാഗമാണ്. അതിൽ എല്ലാവരുമുണ്ട്. എ ഗ്രൂപ്പുണ്ട്, ഐ ഗ്രൂപ്പുണ്ട്, പഴയ കരുണാകര വിഭാഗമുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗമുണ്ട്. ചിതറിത്തെറിച്ച ഐ ഗ്രൂപ്പ് അവരെല്ലാം ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. കെ സുധാകരന്റെ പിറകിൽ അണിനിരന്നിരിക്കുന്നു വി ഡി സതീശന് എതിരെ. ഇതിനെ മറികടക്കാൻ വി ഡി സതീശന് കഴിയുമോ? ഹൈക്കമാൻഡ് ആരെ പിന്തുണക്കും? ഇതാണ് അടുത്ത ചോദ്യം. ഹൈക്കമാൻഡ് പൂർണ്ണമായും വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ സംഘർഷമുണ്ടാകണം, പരസ്പരം ഏറ്റുമുട്ടലുണ്ടാകണം, ഗ്രൂപ്പുകൾ തമ്മിൽ അടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് എൻട്രിയുള്ളൂ, പ്രവേശനമുള്ളൂ. ആ പ്രവേശനത്തിന് കാത്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ. അതുകൊണ്ട് കെ സുധാകരൻ തുടരട്ടെ, വി ഡി സതീശൻ തുടരട്ടെ എന്ന നിലപാടിലേക്ക് എത്തും ഹൈക്കമാൻഡ് എന്നാണ് അറിയുന്നത്. അതിലും ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ കെ സി വേണുഗോപാൽ. ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയം ഒന്ന് വളരെ പെട്ടെന്ന് കലങ്ങി മറിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചെറിയ പ്രശ്നങ്ങൾ മതി ഒന്ന് ആടി ഉലയാൻ. അതുകൊണ്ടാണ് താരതമ്യേന കോൺഗ്രസിൽ വലിയ സ്വാധീനമില്ലാത്ത ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ പോലും വലിയ ചർച്ചയായി മാറുന്നത് കോൺഗ്രസിൽ. അതിനെപ്പോലും ഉപയോഗിക്കാൻ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ, മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നതും.